ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുയലിറച്ചി റോസ്റ്റ് ആണ്. തിരൂരുള്ള ആഷ്യാന റാബിറ്റ് ഫാമിൽ നിന്നുമാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഹമിൻസ് കുക്കിംഗ് വേൾഡ് എന്ന ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് 2 മുയലിനെയാണ്. ഏകദേശം 1.5 കിലോയോളം തൂക്കമുണ്ട് ഇതിന്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് അവർ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഇപ്പതാ ഇതിനെ മുഴുവനും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഇപ്പൊ ഞാന് കുക്കറിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും പിന്നെ ഒരു 2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോ 2 വിസിലൊക്കെ കഴിഞ്ഞ് ആവിയൊക്കെ നല്ല പോലെ പോയി കുക്കർ ഞാൻ തുറക്കുകയാണ്. ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് റോസ്റ്റിനുള്ള മസാല റെഡിയാക്കാം. ഞാനിപ്പോ വിറകടുപ്പിൽ മൺചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ആദ്യം ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അല്പം ചെറിയുള്ളിയും പെരുംജീരകവും കൂടെ ഒന്ന് ചതച്ചെടുത്ത പേസ്റ്റ് ആണ്. അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ജസ്റ്റ് 1 മിനിറ്റോളം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് നെടുകെ കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വലിയ സവാള കട്ട് ചെയ്തതും പിന്നെ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള നല്ല പോലെ നമുക്ക് വാട്ടിയെടുക്കണം. സവാള നിങ്ങൾ എത്രത്തോളം സോഫ്റ്റ് ആക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയാണ് ചെയ്യട്ടോ. അപ്പൊ ഇതാ കണ്ടില്ലേ, സവാള നല്ല പോലെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ തക്കാളിയും കൂടെ ഇതിലേക്ക് നല്ല പോലെ വാട്ടിയെടുക്കണം കേട്ടോ. മാക്സിമം അലിച്ചെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇതാ തക്കാളിയും റെഡി ആയിട്ടുണ്ട്, നല്ല പോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇവ ചേർക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം കുരുമുളക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതും കൂടെ ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡറും കൂടെ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ മസാലപ്പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് ഇതിലേക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന മുയലിന്റെ ഇറച്ചിയും അത് വേവിച്ച വെള്ളം കൂടെ ഈ ചട്ടിയിലേക്ക് അങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഈ മസാലയും ഇറച്ചിയും ഒക്കെ നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇപ്പോ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ഇത് കുക്കറിലിട്ട് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീയിൽ കിടന്നിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഏകദേശം നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 തക്കാളി അല്പം മീഡിയം സൈസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനെ സെർവ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ മുയലിറച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആണ് കേട്ടോ. നിങ്ങൾക്കും ഇതുപോലെ മുയലിറച്ചി കിട്ടുമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.